മുഖം തേച്ചു മിനുക്കി അണിയിച്ചൊരുക്കുന്നവർ പലപ്പോഴും മറന്നു പോകുന്നത് കഴുത്തിനെയാണ്. കഴുത്തിൻ്റെ സ്ഥാനം മുഖത്തിന് തൊട്ടു താഴെ ആയതിനാൽ ഈ അവഗണനയുടെ ഫലം വളരെ പ്രകടമാകും. ശംഖൊടിഞ്ഞ കഴുത്തുണ്ടായാൽ മാത്രം പോരാ, അതിൻ്റെ ഭംഗി മറ്റുള്ളവർ കാണത്തക്ക വിധം പരിചരിക്കുകയും അലങ്കരിക്കുകയും വേണം. കഴുത്തിൻ്റെ അമിതവണ്ണവും ചർമ്മത്തിലെ പാടുകളും വ്യായാമത്തിലൂടെയും പരിരക്ഷയിലൂടെയും പരിഹരിക്കാം. കഴുത്തിൻ്റെ പ്രധാന പ്രശ്നം ചർമ്മം കരുവാളിക്കുന്നതാണ്. സൂര്യതാപം, ചില മരുന്നുകൾ, ഹോർമോൺ വ്യതിയാനം, അമിതവണ്ണം, ആഭരണത്തിലെ ലോഹത്തിനോടുള്ള അലർജി എന്നിവയെല്ലാം ഈ കറുപ്പിന് കാരണമാകാറുണ്ട്. മുഖത്ത് മേക്കപ്പിന് മുന്നോടിയായി ഫൗണ്ടേഷൻ ഇടുമ്പോൾ കഴുത്തിലും ഇട്ടാൽ നിറവ്യത്യാസം വരാതിരിക്കും. കൂടാതെ മുഖത്തിന് നൽകുന്നത് പോലെ തന്നെ സൗന്ദര്യ പരിചരണം കഴുത്തിനും നൽകണം. സൂര്യതാപം മൂലം കരുവാളിക്കാതിരിക്കാൻ സൺസ്ക്രീൻ ലോഷൻ മുഖത്ത് പുരട്ടുമ്പോൾ കഴുത്തിലും പിൻകഴുത്തിലും മുതുകിലും കൂടി പുരട്ടണം. കഴുത്തിൻ്റെ കീഴ്ഭാഗത്തെയും പിൻഭാഗത്തെയും ചർമ്മത്തിൽ അഴുക്കടിയാൻ സാധ്യത കൂടുതലാണ്. ഇതും വിയർപ്പും കൂടിച്ചേർന്നാണ് വല്ലാത്ത കറുത്ത നിറമുണ്ടാകുന്നത്. മുഖം കഴുകുമ്പോൾ കഴുത്തും പലതവണ ശുദ്ധജലത്തിൽ കഴുകി അഴുക്ക് നീക്കണം. കുളിക്കുമ്പോൾ തൈരിൽ ഉലുവ ചേർത്തരച്ചു പുരട്ടി കഴുകുന്നത് അഴുക്ക് നന്നായി നീക്കം ചെയ്യും. കഴുത്തിലെ ചർമ്മം വരണ്ട് ചുളിവുകൾ വീണാലും അഭംഗിയാണ്. ദിവസവും ബേബി ലോഷൻ ഉപയോഗിച്ച് കഴുത്തിൽ മസാജ് ചെയ്യുന്നത് ചർമ്മം മൃദുവാകാൻ സഹായിക്കും. താഴെ നിന്നും മുകളിലേക്കും വൃത്താകൃതിയിലാണ് മസാജ് ചെയ്യേണ്ടത്. എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നറീഷിംഗ് ക്രീം ഉപയോഗിച്ച് കഴുത്തിൽ മസാജ് ചെയ്യുന്നത് ചുളിവുകൾ വീഴാതെ സഹായിക്കും. കഴുത്തിൽ മോയ്സ്ചറൈസർ പുരട്ടുന്നതും നല്ലതാണ്. ചെറുനാരങ്ങയുടെ തോടുകൊണ്ട് പതിവായി മസാജ് ചെയ്യുക. തണ്ണിമത്തങ്ങയുടെ നീര് കഴുത്തിൽ പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക. ഇത് കുറച്ചുനാൾ പതിവായി ചെയ്താൽ ചർമ്മകാന്തി വീണ്ടെടുക്കാം. ക്യാരറ്റ് നീര്, വെള്ളരിക്ക നീര് എന്നിവ പുരട്ടുന്നതും ഗുണകരമാണ്. കഴുത്തിനായി ഒരു പായ്ക്ക് ചെറുനാരങ്ങ നീര്, വെള്ളരിക്ക നീര്, പാൽപ്പാട, പഞ്ചസാര, പാൽ എന്നിവയുടെ മിശ്രിതം കഴുത്തിൽ പുരട്ടുക. വണ്ണം കൂടിയ കഴുത്ത് അഭംഗിയാണ്. ഇതിനുള്ള പരിഹാരം കഴുത്തിന് വ്യായാമം നൽകുക എന്നതാണ്. നിവർന്നിരുന്ന ശേഷം കഴുത്തു മാത്രം കുനിച്ച് പാദത്തിലേക്ക് നോക്കിയ ശേഷം മെല്ലെ ഉയർത്തി മച്ചിലേക്ക് നോക്കുക. ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. അടുത്തതായി കഴുത്ത് സാവധാനം വശങ്ങളിലേക്ക് തിരിച്ച് ആദ്യം ഇടത്തെ തോളിൽ താടി മുട്ടിക്കുക. താടി കഴുത്തിലേക്ക് പരമാവധി അമർത്തി വെച്ചുകൊണ്ട് തുടർന്ന് വലത്തെ തോളിലേക്ക് കഴുത്ത് തിരിക്കുക. കഴുത്ത് നിവർത്തി മുകളിലേക്ക് നോക്കിക്കൊണ്ടും ഇങ്ങനെ അർദ്ധവൃത്താകൃതിയിൽ തോളോടു തോൾ തിരിക്കാം. ഈ വ്യായാമങ്ങൾ 10 പ്രാവശ്യം വീതം ചെയ്യുക. വടിവൊത്ത കഴുത്തിൻ്റെ ഭംഗിക്ക് മാറ്റുകൂട്ടാൻ അല്പം അലങ്കാരം അത്യാവശ്യമാണ്. ഇന്നത്തെ യുവതികൾക്ക് ഇത് നന്നായി അറിയാം. അതിനാൽ മാല ഫാഷനുകളിൽ ഓരോ ദിവസവും പുതുമകൾ എത്തുകയാണ്. മനോഹരമായ ആകൃതിയിലുള്ള ചെറിയ പെൻഡൻറ്റുകളും വൈരക്കല്ലുകൾ പതിച്ച പെൻഡൻറ്റുകളും ഇന്ന് സുലഭവും സർവ്വസാധാരണവുമാണ്. എന്നാൽ യൂസ് ആൻഡ് ത്രോ സ്റ്റൈൽ മാലകളോടാണ് യുവതികൾക്ക് ആഭിമുഖ്യം. തിരക്കുകളിൽ ഇവ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടേണ്ട. മാത്രമല്ല സ്റ്റൈൽ മാറുന്നതിനനുസരിച്ച് ഉപേക്ഷിക്കാൻ തക്ക വിലയെ ഇവയ്ക്കുള്ളതാനും. സ്റ്റീൽ പ്ലേറ്റഡ് മാലകൾ, വൈറ്റ് മെറ്റലിൻ കല്ലുകൾ പതിച്ച മാല, ഗോൾഡൻ, ആൻറ്റിക്, ഗോൾഡ്, മെഹന്തി നിറങ്ങളിലുള്ള ലോഹച്ചെയിനുകൾ, പലതരം നൂലുകളിൽ കോർത്ത മാലകൾ എന്നിവയെല്ലാം ജനപ്രിയമായി കഴിഞ്ഞു. വിവാഹം പോലുള്ള അവസരങ്ങൾക്ക് വേണ്ടി കുന്തൻ ഡിസൈനിൽ ചെയ്ത കഴുത്ത് നിറയുന്ന മാലകളും ലഭ്യമാണ്. ഫാൻസി സാരിക്കും ഉത്തമം. ഇത്തരം മാലകളാണ് എലിഗൻ്റ് ലുക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഇണങ്ങുന്നത്.